ഇനി തൊട്ട് നമുക്ക് ചെടികൾക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. അഥവാ നമ്മൾ ഒരാഴ്ച വീട്ടിലില്ലെങ്കിലും ചെടികൾക്ക് വെള്ളം കിട്ടാതെ കരിഞ്ഞു പോകില്ല. അപ്പൊ ഇതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെടിച്ചട്ടികളെല്ലാം ഇതേപോലെ വട്ടത്തിൽ അടുപ്പിച്ച് വെച്ചു കൊടുക്കുക. അതിന്റെ നടുവിലായിട്ട് നമ്മൾ ചെടിച്ചട്ടിനെക്കാട്ടും ഉയരമുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ബക്കറ്റാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഉറപ്പുള്ള ബക്കറ്റ് വേണം കേട്ടോ നമ്മൾ നടുവിൽ വെച്ചു കൊടുക്കാൻ. അതിന്റെ മുകളിലായിട്ട് നമുക്കിതാ ഒരു പാത്രം വെള്ളം നിറച്ചും എടുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. പകുതിയൊന്നും പാടില്ല, നിറച്ചും വെള്ളം തന്നെ വേണം. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു കോട്ടന്റെ തുണി എടുക്കുക കേട്ടോ. അപ്പോൾ കോട്ടന്റെ തുണി തന്നെ വേണം, വേറൊരു തുണിയും പറ്റത്തില്ല. ഈ കോട്ടന്റെ തുണി നമ്മളിതാ ഈ ഒരു വലിപ്പത്തിലും നീളത്തിലും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മൾ കോട്ടൻ്റെ തുണി 5 പീസുകളായിട്ട് ഈ ഒരു വലുപ്പത്തിലും നീളത്തിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 5 എണ്ണമാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കാരണം 5 ചെടിച്ചട്ടിയാണ് നമ്മൾ ഇതേപോലെ വട്ടത്തിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ കോട്ടൻ്റെ തുണി ഈ വെള്ളത്തിലേക്കൊന്ന് മുക്കി കൊടുക്കാം. മുക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഒരു അറ്റം എടുത്ത് നമുക്ക് ചെടിച്ചട്ടീൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് കോട്ടൻ്റെ തുണി തന്നെ വേണം, അല്ലാതെ ബനിയൻ ക്ലോത്തിൻ്റെയോ അല്ലെങ്കിൽ പോളിസ്റ്ററിൻ്റെ തുണിയൊന്നും പറ്റത്തില്ല. നല്ല കോട്ടൻ്റെ തുണി തന്നെ വേണം കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള തുണികളും മുക്കിയിട്ട് ഓരോരോ ചെടിച്ചട്ടിൻ്റെ ഉള്ളിലേക്കും ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ തുണി നല്ലപോലെ നനയണം, അതിനാണ് നമ്മൾ നല്ലപോലെ മുക്കി കൊടുക്കണമെന്ന് പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ ഒരു അറ്റമാണ് നമ്മൾ ചെടിച്ചട്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരറ്റം ഈ വെള്ളത്തിൻ്റെ പാത്രത്തിനകത്തും ഉണ്ടാവും. അപ്പോഴെല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെടികൾക്ക് വെള്ളം കിട്ടുമെന്ന്. തീർച്ചയായിട്ടും കിട്ടും. ഇത് കണ്ടോ, ഇതേപോലെ ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ പാത്രത്തിലെ വെള്ളം പെട്ടെന്നൊന്നും തീരില്ല. ഒരു 2 ആഴ്ച വരെ വെള്ളം തീരാതെ നിൽക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ധൈര്യത്തോടെ എവിടെ വേണേലും ടൂറൊക്കെ പോയിട്ട് വരാം. ഇനി വീട് വിട്ട് നിന്നാലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ചെടികൾക്ക് വെള്ളം കിട്ടാതെ ഉണങ്ങി പോകുമല്ലോ എന്നുള്ളൊരു വിഷമമൊന്നും ആർക്കും വേണ്ട. ഇനി നമുക്ക് എത്ര ചെടികളുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടികൾക്കൊക്കെ വെള്ളം കിട്ടും കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും നമ്മളെ ചെടീൻ്റെ ചോട്ടിലേക്ക് വീഴത്തില്ല. ഓരോരോ തുള്ളിയായിട്ട് ഇറ്റിറ്റി വീണുകൊണ്ടിരിക്കും. അപ്പോൾ ചെടീൻ്റെ ചോടിങ്ങനെ ഉണങ്ങാതെ നനഞ്ഞു തന്നെ കിടക്കും. അപ്പോൾ നമ്മുടെ ചെടി ഉണങ്ങിയൊന്നും പോകില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടിച്ചട്ടിൻ്റെ നടുവിലായിട്ട് വെക്കണ പാത്രം എപ്പോഴും ചെടിച്ചട്ടിനെക്കാട്ടും ഉയരമുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ചെടിച്ചട്ടിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ വെള്ളം വീഴുകയുള്ളൂ. ചെടിച്ചട്ടിനെക്കാട്ടും ചെറിയ പാത്രം നമ്മൾ അതിൻ്റെ നടുവിൽ വെക്കുന്നതെങ്കിൽ ചെടിച്ചട്ടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വീഴില്ല. അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണേ. പിന്നെ നമ്മൾ തുണി എടുക്കുമ്പം കോട്ടൻ്റെ തുണി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പോളിസ്റ്ററിൻ്റെ തുണിയോ അല്ലെങ്കിൽ ബനിയൻ ക്ലോത്തിന്റെ തുണിയൊന്നും എടുക്കരുത്. കോട്ടന്റെ തുണിയാണെങ്കിൽ മാത്രമേ ഇതേപോലെ വെള്ളം ഇറ്റിറ്റി വീഴുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഐഡിയ ആണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ. യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. വീഡിയോസിന്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ബൈ ബൈ.